സകല കലകളുടെ പൂരപ്പറമ്പിലേക്ക് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നിപ്പോൾ മൂന്നാം ദിനത്തിൽ ഇന്നിപ്പോ തിരുവാതിരക്കളിയുണ്ട്, വൃന്ദവാദ്യമുണ്ട്, പരിചമുട്ട് കളിയുണ്ട്, പിന്നെ ചവിട്ട് നാടകം, മൂകാഭിനയം, അങ്ങനെ ഒരുപാട് മത്സരങ്ങൾ ഇന്നും എല്ലാ വേദികളിലും അരങ്ങേറും എന്നുള്ളതാണ്. അപ്പോ ഈ പോയിന്റ് നില വളരെ ആവേശകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ വലിയ ഫൈറ്റ് നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ മുതൽ തുടക്ക ദിവസം മുതൽ ഒന്നാം സ്ഥാനത്തിരിപ്പാണ് ആര് കണ്ണൂർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കണ്ണൂര് ചെറുതാണെങ്കിലും ലീഡ് പിടിക്കുന്നു. 4 പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോട് രണ്ടാമതുണ്ട്. എന്നാൽ ആതിഥേയരായ തൃശ്ശൂർ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട്. ഗഡിയോള് മൂന്നാമതുണ്ട്. കാരണം ഞങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് ജില്ലാ കളക്ടർ അടക്കം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർ ആ കപ്പ് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ കണ്ണൂരാണെങ്കിലേ ഇത്തവണ ഒരു മാറ്റം വേണം, ഇത് ഞങ്ങൾ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മൂന്നാം ദിവസം വേദിയിൽ നടക്കാൻ പോകുന്നത്, പോയിന്റ് ടേബിളിലെ ഫൈറ്റ് എങ്ങനെ നടക്കും എന്നതിന്റെ വിശദമായ വിവരങ്ങൾ നൽകാൻ നമ്മോടൊപ്പം നമ്മുടെ റിപ്പോർട്ടർമാർ ചേരും. അരുണും അക്ഷയുമാണുള്ളത്. അരുൺ ആൻഡ് അക്ഷയ, ഗുഡ് മോർണിംഗ്. ഇപ്പൊ രണ്ടുപേരും രാവിലെ തന്നെ കലോത്സവ വേദികളിലൊക്കെ സജീവമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട മത്സരങ്ങൾ, ജനപ്രിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അത് എവിടെയൊക്കെ നടക്കുമെന്ന് നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അതിനപ്പുറത്തേക്ക് ഈ കപ്പിനായുള്ള പോരാട്ടം എങ്ങനെ കടുക്കുന്നു? അതിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുന്നേ ഒരു കാര്യം പറയേണ്ടതുണ്ട്. തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരെ പൂരം നടക്കുന്ന മൈതാനിയിലേക്ക് എങ്ങനെയാണ് വരാതിരിക്കുക എന്നുള്ളത് കൊണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് ആ തെക്കേ ഗോപുര നടയിലാണ്. ഇവിടെ നിന്നാണ് തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. ഈ വാതിൽ തള്ളി തുറന്നാണ് ഈ തൃശ്ശൂർ പൂരം തുടങ്ങുന്നത്. ആ തെക്കേ ഗോപുര നടയിലാണ് ഞാനും അരുണും നിൽക്കുന്നത്. തൃശ്ശൂരിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ തൃശ്ശൂർ നിൽക്കുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരാളാണ് പി ജയചന്ദ്രൻ എന്ന് പറയുന്നത്. പി ജയചന്ദ്രന്റെ പിന്നണി ഗായകനാണ് അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം സംസ്ഥാന കലോത്സവത്തിലൊക്കെ തന്നെ മിന്നിത്തിളങ്ങിയ ഒരാളായിരുന്നു. അപ്പോൾ തൃശ്ശൂർ നിൽക്കുമ്പോൾ ആദ്യം തന്നെ ഒരു പാട്ടിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. തുടങ്ങട്ടെ? നിശ്ചയമായി തുടങ്ങിക്കോളൂ. പ്രേക്ഷകർ വലിയ ആകാംക്ഷയോട് കാത്തിരിപ്പാണ്. ആരാണ് പാടുന്നത്? നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്, കാണണമെങ്കിൽ കാണണം ഇതു തൃശ്ശിവപേരൂര്. ഇതാണ് തൃശ്ശിവപേരൂര്. ഇവിടെ പുലിക്കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ സേഫും ജിൽസി പോലെ തൃശ്ശൂരുണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്. ആ ഒരു പൂരത്തിന്റെ അരുൺ ഒറ്റ വരിയെ പാടുന്നുള്ളൂ, ഞാൻ പാടിയ ഭയങ്കര കോളാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അടിപൊളിയായിട്ട് പാടി അരുൺ. അല്ല രാവിലെ തന്നെ ഓഡിയൻസിന് തെറി കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒറ്റ വരിയിൽ ഒതുക്കിയത്. അപ്പൊ ജിൽസി സേഫു നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അക്ഷയ് പറഞ്ഞ പോലെ തന്നെ, ഇനിയിപ്പോ ഈ സ്വർണ്ണക്കപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം അത് വലിയ വാശിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അത് ആര് കൊണ്ടുപോകും എന്നുള്ളതിലാണ് ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് അതിനകത്ത് ഇരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 1ാം സ്ഥാനത്ത് കണ്ണൂർ തുടരുന്നുണ്ട്, തൊട്ടുപുറകിൽ കോഴിക്കോടുണ്ട്, അതിന് ഏറ്റവും താഴെയായി 3ാം സ്ഥാനത്ത് ആതിഥേയരായ തൃശ്ശൂർ തുടരുന്നുണ്ട്. കഴിഞ്ഞ തവണ തിരുവനന്തപുരത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിന്നും നേടിയെടുത്ത ആ സ്വർണ്ണക്കപ്പ് നിലവിലിപ്പോൾ തൃശ്ശൂരിന്റെ കസ്റ്റഡിയിലുണ്ട്. അവരത് വിട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയേണ്ടത്. ഇനിയിപ്പോൾ സ്കൂളുകളുടെ പോയിന്റ് പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാട് ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആലത്തൂർ ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ അവരുടെ കുത്തക തുടരുകയാണ്. തൊട്ടുപുറകിൽ നിൽക്കുന്ന പത്തനംതിട്ട കിടങ്ങല്ലൂർ സ്കൂളുണ്ട്. അവരെക്കാൾ എത്രയോ ബഹുദൂരം മുൻപിലാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ ആലത്തൂർ BSS ഗുരുകുലം സ്കൂൾ. അപ്പം ഈ പോയിന്റ് നില സ്വാഭാവികമായിട്ടും ഇങ്ങനെ മാറി മറിയുന്നുണ്ട്. ഇനിയും ജനപ്രിയ ഒരുപാട് ഇനങ്ങൾ വേദിയിലേക്ക് എത്താനുണ്ട്. അപ്പം അതിൽ ആര് മുൻതൂക്കം നേടും, ഈ പോയിന്റ് പട്ടിക മാറി മറിയുമ്പോൾ ആര് 1ാം സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ 3ാം തരത്തില് ജനപ്രിയ ഇനങ്ങൾ ഒരുപാട് വേദിയിലേക്ക് എത്തുന്നുണ്ട്. അല്ലെ അക്ഷയ? ഇന്ന് എല്ലാം കൂടെ ചേർന്നിറങ്ങിയിട്ടുള്ള ഒരു മത്സരമായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതായത് തിരുവാതിരയുണ്ട്, പരിചമുട്ട് കളിയുണ്ട്, പിന്നെ അത് മാത്രമല്ല കോൽക്കളിയുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം മാപ്പിള കലകളൊക്കെ ആയിരുന്നു കണ്ടിരുന്നത്. അത്തരത്തിൽ ഇന്ന് തിരുവാതിരയുണ്ട്, പിന്നെ കോൽക്കളിയുണ്ട്, പരിചമുട്ട് കളിയുണ്ട്. എല്ലാ തരത്തിലുള്ള കലയുടെ എല്ലാ ഉത്സവവും ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ് ഈ 3ാം ദിനം. പിന്നെ രചനാ മത്സരങ്ങളും ഇന്നുണ്ട്. ഇനി നമ്മൾ ഇപ്പോ അരുൺ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് ആരാണ് കപ്പ് നേടുക എന്നുള്ളത്. അരുണിന്റെ കാഴ്ചപ്പാടിൽ ആർക്കായിരിക്കും കിട്ടുക? നിലവിലൊരു പോയിന്റ് സ്ഥിതി വെച്ചിട്ട്
ഞാനേ തൃശ്ശൂർ കലോത്സവം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ തൃശ്ശൂരിനൊപ്പം നിൽക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒരു പാലക്കാട്ടുകാരനാണ്. എന്നാൽ പോലും ഒരു പോയിന്റിനാണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ നമ്മുടെ കയ്യിൽ നിന്ന് കപ്പ് മിസ്സാക്കിയത്. അപ്പോൾ തൃശ്ശൂരിന്റെ ഗഡികൾ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കുമ്പോൾ കപ്പ് ആർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ തൃശ്ശൂരിനൊപ്പം നിൽക്കുന്നു. അക്ഷയ് ആരുടെ കൂടെ നിൽക്കും? ഞാൻ കോഴിക്കോടിന്റെ കൂടെയാണ് നിൽക്കാൻ പോകുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, കോഴിക്കോടിന് ഒരു സർവാധിപത്യം ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ. സംഭവം ഞാൻ മലപ്പുറംകാരിയാണെങ്കിലും കോഴിക്കോട് കപ്പെടുത്തോട്ടെ എന്നുള്ളൊരു ഇത് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഇനി വരാൻ പോകുന്ന ഐറ്റത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം പരിചമുട്ടുകളി, പിന്നെ നാടകമുണ്ട്, ഹയർ സെക്കൻഡറി എന്ന നാടകമുണ്ട്. അപ്പോൾ ഹയർ സെക്കൻഡറി നാടകം എന്നൊക്കെ പറയുന്നത്, നാടകം എന്ന് പറയുന്നത് സർവാധിപത്യം ഉള്ളത് കോഴിക്കോടിന് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ കോഴിക്കോടിനായിരിക്കാം സാധ്യതയുള്ളത്. പിന്നെ എന്തും സംഭവിക്കാം, കലങ്ങി മറയാം, പിന്നെ എന്തും സംഭവിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ വിട്ടുപോയൊരു സാധനമുണ്ട്, ഭക്ഷണം. ഈ ചായ സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ചെറിയ വിശപ്പുണ്ട്. അപ്പോൾ പഴയടത്തിന്റെ ഭക്ഷണത്തെ കുറിച്ച് ഇനിയിപ്പോ അറിയാൻ ആരും തന്നെ ബാക്കിയുണ്ടാവില്ല. തുടക്കത്തിൽ വന്ന ദിവസം നമുക്ക് അടിപൊളി ദോശ കിട്ടി. ഇനിയിപ്പോ അത് കഴിഞ്ഞ് ഇന്നലെ നല്ല ചൂടിഡലിയും സാമ്പാറും ചട്നിയും കിട്ടി. അപ്പം ഇന്ന് എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾ അതറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനിയിപ്പം ഈ ലൈവ് കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ അങ്ങോട്ട് ഊട്ടുപുറയിലേക്ക് എത്താം. അരുണ് ഗസ് ഉണ്ടോ ഇന്ന് എന്തായിരിക്കും ഫുഡ് എന്നുള്ളത്? ഞാൻ മെനു നോക്കിയ സമയത്തെ ഒരു 3-4 ഐറ്റം എന്റെ കണ്ണിൽ പെട്ടിരുന്നു. ഞാനൊരു ഉപ്പുമാവ് പ്രഡിക്റ്റ് ചെയ്യുന്നു. ഞാനും അത് തന്നെയാണ് പ്രൊഡിക്ട് ചെയ്യുന്നത്, ഉപ്പുമാവ് തന്നെ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് എന്തായിരിക്കും പായസം എന്നുള്ള ഒരു കാര്യത്തിലും ഞാനിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഞാനേ ഈ പായസത്തെ കുറിച്ച് പറഞ്ഞ സമയത്താണ് തുടക്കത്തിൽ പോയപ്പോൾ ചക്കപ്പായസം കിട്ടി. ഇന്നലെ പോയപ്പോൾ പാലട പ്രഥമം കിട്ടി. 2 തവണ ഞാൻ പാലട പ്രഥമം കുടിച്ചു എന്നുള്ളതാണ്. അത്രയും രുചി, അത്രയും ടേസ്റ്റ് ആണ്. ആ സദ്യന്റെ കൂടെ ആ പായസം കൂടി നമ്മൾ ആ പപ്പടമൊക്കെ കൂട്ടിയൊക്കെ കുഴച്ച് കഴിഞ്ഞാലാണ് അത് പൂർണ്ണമാവുന്നുള്ളൂ. അപ്പൊ അത്രയും ഭയങ്കര പറയുമ്പോൾ തന്നെ എനിക്കൊരു ഇതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഭവങ്ങൾ കൊണ്ട് കലവറ സമ്പന്നമാണ്. ഇന്ന് രാവിലെ ചായക്ക് എന്ത് കിട്ടും, പ്രഭാത ഭക്ഷണത്തിന് എന്ത് കിട്ടും, ഉച്ചയ്ക്ക് എന്ത് കിട്ടും എന്നുള്ളതിലൊക്കെ അതിലും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ? എന്തായാലും കലവറ സമ്പന്നമാണ്. അതുപോലെ തന്നെ ഇന്നത്തെ